അതൊക്കെ എന്ന് പറഞ്ഞാലേ ഒന്നുമില്ല. എന്തുവാ പ്രശ്നം തനിക്ക്? ഇത് പൈസ വല്ലതും ചെലവാവോ? പറ, എത്ര വേണം? ഞാൻ തരാം, പറ. അല്ല, അതിപ്പോ ഈ പരസ്യം കൊടുക്കുന്നത് പല റേറ്റാന്നേ. ഫുൾ പേജ് ആണെങ്കിൽ ഇത്ര രൂപ, അല്ല പിന്നെ ഹാഫ് പേജ് ആണെങ്കിൽ ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് കണക്കുണ്ട്. ഫുൾ പേജ് വേണം, ഫുൾ പേജ് വേണം. അത് വേണം, അത് വേണം. കളറായിരിക്കണം സംഗതി. അപ്പൊ നോക്കാം. അതാ പറഞ്ഞു, ഇന്റർവ്യൂ വന്നേ പറ്റും. പറ്റും പറ്റും. കൊച്ചമ്മ ചായ എടുത്ത് കുടിച്ചോണ്ട്. അല്ല മാഡം, വേറൊരു കാര്യമുണ്ട്. എന്തോ കാര്യമാ? മാഡം പാടുവോ? പാടുവോന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ നമുക്ക് എനിക്കൊരു കാര്യം അറിയാം, പെയിന്റിങ് അറിയാം. കൊച്ചമ്മക്ക് പെയിന്റിങ് അറിയാം? നല്ല ആളായി പോയി. നേരത്തെ ഒരു വാക്ക് പറഞ്ഞിരുന്ന ഇത്രയും കാശ് മുടക്കി ആൾക്കാർ വെച്ച് പെയിന്റ് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. പെയിന്റിങ് അല്ല, ചിത്രരചന പെയിന്റിങ്. മാഡം, വ്യാവസായിക ലോകത്തെ ചിത്രകാരി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീട്ടമ്മ മാസികയില്ലേ, അതിനകത്തൊരു 4, 5, 6, 7, 8 പേജ് ഫുൾ റൈറ്റപ്പ് കൊടുക്കാം. ഒരു കാവ്യാത്മകമായ തലക്കെട്ട് ഞാൻ കൊടുക്കാം. ശരി, കളറില്. അല്ല, അത് വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ സ്ത്രീകൾക്കിടയിൽ ഒരു സ്റ്റാർ ആയിരിക്കും. അറിയാന് എന്തോ വേണം, അത് മതിയണോ? ഇയാൾ എത്രയും വേഗം ചെന്നിട്ട് അതിനുള്ള കാശ് എന്തോന്ന് വെച്ചാൽ ചെലവാക്കി അതിനുള്ള ഏർപ്പാട് ചെയ്യും. പെട്ടെന്നാവട്ടെ. അയ്യോ, എന്തോന്ന്? പെട്ടെന്നാവട്ടെ. ആര്? പെട്ടെന്ന് ആവട്ടെ. നോക്കിയോളാം. വ്യവസായ ലോകത്തെ ചിത്രകാരി, കളറില് കാണിച്ചു കൊടുക്കാവടാ. ഞാൻ കാണിച്ചു കൊടുക്കാം. എന്റെ അടുത്താ കളി. വരരുചി ലോകത്തെ വിസ്മയം തീർക്കാൻ സുഹാസിനി. 4-5 പേജിലായിട്ട് നല്ല റൈറ്റപ്പ് ആണല്ലോ. രുചി കൂട്ടാൻ മാത്രമല്ല, നിറക്കൂട്ടിലും ശ്രദ്ധേയമായ വനിതാ വിസ്മയമാണ് സുഹാസിനി. നിറക്കൂട്ടിലും വല്ല അച്ചാറിലും കളർ ചേർക്കുന്ന കാര്യമായിരിക്കും അല്ലേ? നീ ആദ്യം അത് മുഴുവൻ വായിക്കും. സുഹാസിനി വരയ്ക്കുന്ന ചിത്രങ്ങൾ വൻവിലയ്ക്കാണ് ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇങ്ങനെ കിട്ടുന്ന തുക എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ ഉത്തരം വായിച്ചു. എന്തിനാ? നീലാംബരിയായ സ്ത്രീകൾ അവർക്ക് വേണ്ടിയാണ്. എന്തോ നമ്മ പറയുന്നത്, ഇങ്ങോട്ട് പോണീറ്റ്. നീലാംബരി അല്ല, നിരാലംബരായ. ഇതൊക്കെ സത്യമാണോ അണ്ണാ? ഇതൊക്കെ എന്ത്? അമ്മയ്ക്ക് വരയ്ക്കാൻ അറിയാം, പാടാൻ അറിയാം, കരാട്ടെ അറിയാം, വേണമെങ്കിൽ കുങ്ഫും പയറ്റും. അതൊക്കെ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. വേറൊരു ചോദ്യത്തിന് ഉത്തരവുണ്ട് അമ്മ. മരുമക്കളുമായി അമ്മായിയമ്മ വഴക്ക് കൂടാറുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വായിച്ചത്. മരുമക്കളാണ് എന്റെ ഊർജം. ആ ഊർജം നിന്നുപോയാൽ സുഹാസിനി എന്ന അമ്മായിയമ്മ ഇല്ല. കൂട്ടുകാരെ പോലെയാണ് ഞങ്ങൾ. അഥവാ എന്തെങ്കിലും സ്വരച്ചേർച്ച വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കും, അല്ലെങ്കിൽ ഭജന പാടും. ഇതൊക്കെ ഈ വീട്ടമ്മ മാസിക വായിക്കുന്നവർ വിശ്വസിക്കും, വേറെ ആരും വിശ്വസിക്കത്തില്ല.